നമസ്കാരം പ്രിയപ്പെട്ട സ്നേഹിതരെ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് നവതിയുടെ നിറവിൽ നിൽക്കുന്ന പ്രകൃതി സ്നേഹിയും അധ്യാപകനും മലങ്കര സഭയുടെ വലിയ മെത്രാപ്പോലിത്തയുമായ കുറിയാക്കോസ് മാർ ക്ലീമീസ് തിരുമനസ് അദ്ദേഹത്തിൻ്റെ ജീവിത നാൾ വഴികൾ ഒന്നറിയുവാനും അദ്ദേഹം മനസ്സ് തുറക്കുന്നത് ചുരുങ്ങിയ ചില ചോദ്യങ്ങളിലൂടെ ഈ സമയത്ത് ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാൻ കാതോലിക്കേറ്റ് ഓൺലൈൻ മീഡിയയിലൂടെ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ പങ്കാളിത്തം പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമനസിനോട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. തിരുമേനിയുടെ ബാല്യകാലം, കുടുംബ പശ്ചാത്തലം, വിദ്യാഭ്യാസം, സൗഹൃദങ്ങളൊക്കെ തിരുമേനി ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുമോ? ഇത് മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ജനിച്ചത് ഈ മാരാമണിനടുത്ത് നെല്ലിക്കൽ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ്. എൻ്റെ വീട്ടുപേര് പെരുമേത്തുമണ്ണിൽ വടക്കേൽ. ആ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ കുടുംബം ഒരു സാധാരണ കർഷക കുടുംബമാണ്. എൻ്റെ വലിയ അപ്പച്ചനെ മുതലും വലിയ അമ്മച്ചിയെ മുതലും എനിക്ക് കണ്ടുപരിചയമുണ്ട്. എൻ്റെ അപ്പനും അമ്മയും സാധാരണ കൃഷിക്കാരായിരുന്നു. എൻ്റെ അപ്പൻ പഠിച്ചത് ഇടയാറുമുള AMMI സ്കൂളിൽ 8ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അവിടെ നിന്നൊരു മെഡൽ കിട്ടിയ ആളാണ്. പക്ഷേ തുടർന്ന് പഠിച്ചില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് പഠിത്തം നിർത്തി. അങ്ങനെ ഞങ്ങൾ 4 മക്കളാണ്. 2 ആണുങ്ങളും 2 സഹോദരിമാരും. എൻ്റെ മൂത്ത സഹോദരി 5-6 വർഷം മുമ്പ് മരിച്ചുപോയി. ഇളയ സഹോദരി കഴിഞ്ഞ വർഷം മരിച്ചുപോയി. ഞാനും എൻ്റെ സഹോദരനും ഉണ്ട് ഇപ്പോൾ. എൻ്റെ അപ്പന് 96ാമത്തെ വയസ്സിലാണ് ഈ ലോകം വിട്ടുപോകുന്നത്. 90 വയസ്സ് വരെ കൃഷി ചെയ്തതായിട്ട് എനിക്കറിയാം. ഒരു ദിവസം പോലും ആശുപത്രിയിൽ കയറിയിട്ടില്ല. യാതൊരു അസുഖം ഉണ്ടായതായിട്ട് അറിയത്തില്ല. എൻ്റെ അമ്മ 92ാമത്തെ വയസ്സിൽ കടന്നുപോയി. അമ്മയ്ക്ക് അവസാന സമയത്ത് അല്പമൊക്കെ ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒരു കർഷക കുടുംബത്തിൽ മണ്ണിനോട് ചേർന്ന് മണ്ണിൻ്റെ മണം അനുഭവിച്ച് അതിൻ്റെ ഫലമാവോളം അനുഭവിക്കാൻ ഞങ്ങൾക്ക് ബാല്യകാലത്തിൽ സാധിച്ചു. ഞാൻ ജനിക്കുന്ന 1936 ജൂലൈ മാസം 26-ാം തീയതിയാണ്. എൻ്റെ അമ്മ വീട് അയിരൂരാണ്. അയിരൂർ തെങ്ങും തോട്ടത്തിൽ കുടുംബത്തിൽ ഇളവട്ടെ വർക്കി അപ്പച്ചനാണ് എൻ്റെ അമ്മയുടെ അപ്പൻ. അവിടെ ഒരു പൗരോഹിത്യ കുടുംബമാണ് തെങ്ങും തോട്ടത്തിൽ. TS ഏബ്രഹാം കോറെപ്പിസ്കോപ്പ, TA ഏബ്രഹാം അച്ഛൻ, ഇപ്പോഴത്തെ ഫിലിപ്പോസ് തരകൻ അച്ഛൻ, അവരെല്ലാം തെങ്ങും തോട്ടത്തിൽ കുടുംബം. അവിടുത്തെ ഉള്ള ഒരു സഹോദരൻ്റെ മകളാണ് എൻ്റെ അമ്മ. അങ്ങനെ അമ്മ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ പശുവിനെയൊക്കെ വളർത്തി ഞങ്ങളുടെ ബാല്യകാലത്തിൽ ആവശ്യമായ ഭക്ഷണം, ഞങ്ങൾക്ക് വസ്ത്രം, ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നതിനുള്ള ഫീസ് എല്ലാം ഇതിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അമ്മയും കൃഷി താല്പര്യമുള്ള ആളായിരുന്നു. അപ്പന് ഒരു 4 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് 2 സ്ഥലത്തായിട്ടുണ്ടായിരുന്നു. ഈ 4 ഏക്കർ സ്ഥലവും സ്വന്തമായി കിളച്ചു. സഹായികളൊക്കെ ഉണ്ട്, വേലക്കാരും ജോലിക്കാരും ഒക്കെ ഉണ്ട്. എന്നാലും സ്വന്തമായി രാവിലെ മുതൽ വയ്യോളം അധ്വാനിച്ച് എല്ലാ വിഭവങ്ങളും, നാളികേരം, കരിമ്പ്, മുതിര, പയറ്, മഞ്ഞപ്പുല്ല്, ചോളം, നെല്ല്, ഇല്ലാത്ത വിഭവങ്ങളൊന്നുമില്ല. കരിമ്പ് കൃഷി ഒരു 6 മാസം വരെ കരിമ്പാട്ടുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ നാളികേരം ഇഷ്ടം പോലെ, 1000 2000 3000 ഒക്കെ നാളികേരം കിട്ടും. ഞാൻ ബാല്യകാലം
വിദ്യാഭ്യാസത്തിൽ കോയിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞാണ് പമ്പയാർ കടന്ന് എടയാർമുള AMM ഹൈസ്കൂളിൽ 8, 9, 10 അതായത് SSLC ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം ഈ കാലയളവിലെല്ലാം ഈ കൃഷി എടുക്കുമ്പോഴും കൊയ്ത്ത് നടക്കുമ്പോഴും ഒക്കെ ഈ വയലുകളിലേക്ക് പോകുമ്പോൾ എന്തോ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി എനിക്ക് അനുഭവപ്പെട്ടു എന്ന് തോന്നുന്നു. കാരണം യാതൊരു അസുഖവും ഉണ്ടാകാതെ ഈ പ്രകൃതിയിൽ നിന്ന് രാസവളങ്ങൾ പോലും ഉപയോഗിക്കത്തില്ല, കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത ഒരു കാലമാണ്. ഇഷ്ടംപോലെ ഭക്ഷണസാധനമുണ്ട്. ചെങ്ങന്നൂർ ചന്തയിൽ നിന്ന് വല്ലതും വാങ്ങിച്ചത് ഓർക്കുന്നത് വല്ല സമയത്ത് കല്യാണമോ വലിയ അടിയന്തരങ്ങളോ വല്ലതും നടക്കുമ്പോൾ തികയാത്ത സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ചക്കയായി, മാങ്ങയായി, തേങ്ങയായി എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണയൊന്നും വാങ്ങിച്ചതായിട്ട് ഓർമ്മ പോലുമില്ല. അങ്ങനെയുള്ള ഒരു കാലം. അപ്പോൾ ഈ വിദ്യാഭ്യാസ സമയത്ത് ഞങ്ങൾ ഈ പശുക്കൾ, എനിക്ക് ആ പശുവിനെ ആദ്യമായിട്ട് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് കൂടി എനിക്ക് അറിയാം. എൻ്റെ അമ്മ ആദ്യ പ്രസവം, എൻ്റെ മൂത്ത സഹോദരിയെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ വലിയ അപ്പച്ചൻ, അമ്മയുടെ അപ്പൻ ഒരു പശുക്കിടാവിനെ കൊടുത്തു. അമ്മ മരിക്കുന്നത് അതിൻ്റെ തലമുറ ഉണ്ടായിരുന്നു 80-90 വർഷത്തോളം. തുടർന്നും അത് നടത്തി. ഇപ്പോൾ അതിനുള്ള സൗകര്യം വീട്ടിലില്ല. അപ്പോൾ അതൊരു പ്രചോദനം ആയി പശുവിനെ വളർത്തു തുടങ്ങി. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാണല്ലോ. കോയിപ്പുറം സ്കൂൾ എന്ന് പറയുന്നത് അധ്യാപകരെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്ന അധ്യാപകർ എങ്ങനെ പഠിക്കുന്നു, ആരോഗ്യം എങ്ങനെയുണ്ട് എന്നൊക്കെ ക്ലാസ്സിൽ വെച്ചും വീട്ടിൽ വന്നുമൊക്കെ അന്വേഷിക്കുന്ന അധ്യാപകർ. ഒരു ചാക്കോ സാറുണ്ടായിരുന്നു കുറുമ്പനങ്ങാട്ട്, പുളിക്കക്കുടിയിൽ തോമസ് സാറുണ്ടായിരുന്നു, മുക്കത്തൊരു ഗോവിന്ദൻ പിള്ള സാറുണ്ടായിരുന്നു മാലക്കര. അവരൊക്കെ വീട്ടിൽ വന്ന് ഞങ്ങൾ വിദ്യാർത്ഥികളെയൊക്കെ അന്വേഷിക്കുന്നു. അതുപോലെ എടയാർമുള ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും അധ്യാപകരൊക്കെ ഒരു 3 പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അത് 2 കാരണങ്ങളാണ്. വിദ്യാർത്ഥികൾ അടുത്ത കൊല്ലം അവിടെ ചെല്ലണം, പിന്നെ അവരുടെ പഠിത്ത കാര്യങ്ങൾ, ആരോഗ്യ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അധ്യാപകരൊക്കെ വരും. അവരെയൊക്കെ ഞാൻ കരിമ്പ് മണ്ണിൽ KC വർഗീസ് സാർ എന്ന് പറയുന്ന സാറായിരുന്നു ഞങ്ങളുടെ എടയാർമുള ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ. എൻ്റെ അപ്പനും ആ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അത്രയ്ക്ക് പഴക്കമുള്ളൊരു 100-140 വർഷം പഴക്കമുള്ള സ്കൂളാണ്. ഞങ്ങൾ വള്ളം കടന്ന് അക്കരെ കയറുമ്പോൾ സാറ് സ്കൂളിൽ പോകാൻ റോഡിൽ നിൽക്കുകയായിരിക്കും. ഞങ്ങളെ അവിടെ നിർത്തി ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അത്രയ്ക്ക് ആവേശമുള്ള ഒരു കുട്ടികളോട് താല്പര്യമുള്ള ഒരു സാറായിരുന്നു അദ്ദേഹം. കോഴഞ്ചേരി സെൻറ്റ് തോമസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. സെൻറ്റ് തോമസ് സ്കൂളിൽ ഉണ്ടായിരുന്ന ലൈബ്രറി പുസ്തകം മുഴുവൻ വായിച്ചു തീർത്ത ഒരു ആളായിരുന്നു എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. ഈ ദേശത്ത് ആദ്യമായിട്ട് BA ഡിഗ്രി ലഭിച്ച ഒരു സാറ്. അങ്ങനെ ആ അധ്യാപകരൊക്കെ ഇന്ന് ഞാൻ ഓർക്കുന്നു. പിന്നൊരു ചാക്കോ സാറ്, ഒരു ഗ്രേസി ടീച്ചറ്, ഐപ്പ് സാറ്, ഒരു ജോൺ സാറ്, മാനാമൂട്ടിലെ തോമസ് സാറ്, പാറയിടയിലെ ദാനിയൽ സാറ്, അവരെല്ലാം ഓർക്കുന്നു. അപ്പോൾ അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ അന്നത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉത്സാഹം അല്ലെങ്കിൽ പ്രചോദനം തന്നിരുന്നു എന്നുള്ളത് ഓർക്കുന്നു ഞാൻ. അപ്പോൾ അതാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലത്തെ അനുഭവം. അന്ന് മഴ പെയ്യുമ്പോൾ കുടയില്ല. ഞങ്ങളുടെ അയൽവക്കത്തൊരു ഗണകൻ, അതായത് കണിയാർ വർഗത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ഓലക്കുട ചെയ്ത് ഒരു മുളങ്കാലുമൊക്കെ പിടിച്ച് ഓലക്കുട കൊണ്ട് തരുമൻ. അതുകൊണ്ട് സ്കൂളിൻ്റെ വരാന്ത വെച്ച് ആ കുട പോലും ഇല്ലാഞ്ഞ കാലത്ത് വലിയ ചേമ്പിൻ്റെ ഇല, വാഴയില ഇതൊക്കെ തലയിൽ ചൂടി പോയത് ഓർക്കുന്നുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ സ്ലേറ്റ്, അന്നത്തെ സ്ലേറ്റ് തലയിൽ വെച്ച് സ്കൂളിൽ പോയത് ഓർക്കുന്നു. ഒരു നിക്കറും ഒരു ഉടുപ്പേ ഉള്ളൂ. പിന്നെ പള്ളിയിൽ പോകാൻ നേരം വേറെ ഒരു ഉടുപ്പ് പ്രത്യേകം സൂക്ഷിച്ച് വെച്ചിരുന്നു സൺഡേ സ്കൂളിൽ പോകാൻ. എൻ്റെ പിതാവ് 60 വർഷം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചയാളാണ്. ഹെഡ് മാസ്റ്ററായിട്ട് 30 വർഷത്തോളം സൺഡേ സ്കൂൾ പ്രവർത്തിച്ചു. അത്
ഒരു ദീർഘകാല സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു അംഗീകാരമൊക്കെ ലഭിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനൊരു ഓരക്കാലം സൺഡേ സ്കൂൾ പഠിപ്പിച്ച, പിന്നെ എല്ലാ നോയമ്പും നോക്കും, എല്ലാ നോയമ്പിലും ഞങ്ങളെ നോയമ്പ് പഠിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലമാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. തിരുമേനി അടുത്തത് 10ാം ക്ലാസ് വരെ ഇടയറമ്പല സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് തിരുമേനി വിദ്യാഭ്യാസം ആണ് SSLC പാസ്സായത് 1953-ലാണ്. അത് എൻ്റെ കൂട്ടുകാരെല്ലാം കോഴഞ്ചേരി കോളേജിൽ ചേരുന്നു. അതിപ്പോൾ എനിക്കും കോളേജിൽ ചേർന്ന് വലിയ ആഗ്രഹമായിരുന്നു. അവിടെ ഒന്ന് ബെഞ്ചമിൻ അച്ഛൻ, അതായത് മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞ് കൊച്ചുമകൻ ബെഞ്ചമിന്, ഒരു വർഗീസ് തോമസ്, ഒരു ദാനിയൽ മാത്യു, ഇവിടെ അടുത്ത് അക്കരയാണ്, ഒരു പരമേശ്വരൻ ഇപ്പോൾ IPS-കാരനാണ്. അവരെല്ലാം കോഴഞ്ചേരി കോളേജിൽ ചേരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അതുപോലെ പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. കോഴഞ്ചേരിയാണ് ഞങ്ങൾക്ക് അടുത്തുള്ളത്. പക്ഷേ എൻ്റെ വലിയ അപ്പച്ചന് പറഞ്ഞ്, മോനെ പ്രാർത്ഥിക്കാൻ പഠിക്കുക, നമ്മൾ വൈദിക സെമിനാരിയിൽ പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പം ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, കോളേജിൽ പഠിക്കണമെന്ന് എനിക്ക് ഇവരുടെ കൂടെ പോകണമെന്നുള്ളത്. മോനെ അത് ദൈവം അവസരം തരും. പക്ഷെ രണ്ടിടത്തേക്കും അപേക്ഷിച്ചു. വൈദിക സെമിനാരി, MD സെമിനാരിൽ അന്ന് വൈദിക പഠനം സെമിനാരി, അവിടേക്ക് അപേക്ഷിച്ചു. സെൻറ് തോമസ് കോളേജ് കോഴഞ്ചേരിയിൽ അപേക്ഷിച്ചു. പക്ഷെ ആദ്യം കിട്ടിയത് വൈദിക സെമിനാരിലെ ഇൻ്റർവ്യൂ കാർഡ് കിട്ടിയതുകൊണ്ട് അപ്പം മോനെ പ്രാർത്ഥിക്കാൻ പഠിക്കും, പിന്നെ ദൈവം അതിന് മാർഗം തരുമെന്ന്. അതുപോലെ നടന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ SSLC പാസ്സായ ഉടനെ തന്നെ വൈദിക സെമിനാരിൽ വന്ന് നമ്മുടെ പ്രിൻസിപ്പൽ 1951 മെയ് 15 വട്ടക്കുന്നേലെ മാത്യൂസ് അത്താനാസ്യോസ് തിരുമേനിയെ വാഴിക്കുന്നത്. അന്ന് 5 മെത്രാച്ചന്മാരെയാണ് വാഴിച്ചത്. മെയ് 15 ആ വാഴിക്കൊക്കെ എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ ചെങ്ങന്നൂർ നിന്ന് ബസ്സിൽ കയറി വെളുപ്പിനെ 5 മണിയായപ്പോൾ മനോരമയിൽ കയറി. അപ്പോൾ അന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ദിവസമായിരുന്നു SSLCയുടെ. അവിടെ പോയി മനോരമയിൽ പോയി പേപ്പർ നോക്കിയപ്പോൾ നമ്പറുണ്ട്. വലിയ സന്തോഷത്തോടുകൂടെ മെത്രാൻ പട്ടം കൊടയിൽ ഞാൻ സംബന്ധിച്ചു. നമ്മുടെ വലിയ ബസേലിയോസ് ദിദിയൻ ബാവാ തിരുമേനിയാണ് പട്ടം കൊട ശുശ്രൂഷ നടത്തുന്നത്. അതും കണ്ട് എല്ലാവരുടെയും കൈമുത്തി അനുഗ്രഹം പ്രാപിച്ച് പോന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ പ്രിൻസിപ്പൽ വട്ടക്കുന്നേലെ ബാവാ തിരുമേനി, അതായത് മാത്യൂസ് അത്താനാസ്യോസ് തിരുമേനി, കൂടെ ഇൻ്റർവ്യൂ ചെയ്ത് നമ്മുടെ ഒസ്താത്യോസ് തിരുമേനി MV ജോർജ് ഷെമ്മാശനായിട്ട്, പിന്നെ എന്നെ യോഹന്നാനച്ചൻ, പിന്നീട് യൂഹാനോന്മാർ സേവരീസ് തിരുമേനി അദ്ദേഹമുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ഫിലിപ്പോസ് അച്ഛൻ, K. ഫിലിപ്പോസ്, അതായത് തെയോഫിലോസ് തിരുമേനി. ഇത്രയും പേരാണ് ഇൻ്റർവ്യൂ ചെയ്തത്. ആദ്യമായിട്ട് പരസ്യമായി വേദപുസ്തകം വായിക്കാൻ എൻ്റെ കയ്യിൽ എടുത്തു തന്നത് ഒസ്താത്യോസ് തിരുമേനിയാണ്. അതായത് MV ജോർജ് ഷെമ്മാശൻ പരസ്യമായിട്ട്, അവരുടെ വീട്ടിലൊക്കെ വായിക്കും, പക്ഷെ പരസ്യമായിട്ട് വേദപുസ്തകം വായിക്കാൻ, ഒരു അധ്യായം വായിക്കാൻ പറഞ്ഞു. പാട്ട് പാടാൻ പറഞ്ഞു. എനിക്ക് പാട്ടൊന്നും അന്ന് അറിയത്തില്ല, ഞാൻ മധുവായി പോലും കയറിയിട്ടില്ല. എനിക്ക് പാട്ടൊന്നും പറഞ്ഞു. എങ്കിലും പൗലോസ്ലീഹ എന്ന പാട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന പോലൊക്കെ പാടി ഇൻ്റർവ്യൂവിന് പ്രവേശനം കിട്ടി. എനിക്കും തുമ്പോൺ CO വർഗീസ് അച്ഛനും, ഇടനാട് TM സക്കറിയാച്ചനും, ചെങ്ങന്നൂർ PM ജോർജ് അച്ഛനും, ഇത്രയും പേർക്കാണ് അന്ന് അഡ്മിഷൻ കിട്ടിയെന്ന് ഓർക്കുന്നു. ഈ തുമ്പോൺ ഭദ്രാസനം, ബാക്കിയുള്ള മറ്റു ഭദ്രാസനം, ഞങ്ങൾ 4 പേര് ഒന്നിച്ച് സെമിനാരി പഠിക്കും, സഹപാഠികൾ. അതിൻ്റെ കൂട്ടത്തിൽ KV ജോസഫ് പറമ്പാച്ചൻ ഇപ്പോഴത്തെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോഴും ഉണ്ട്. MA തോമസ് അച്ഛനെ, PI ഏബ്രഹാം പെന്തിക്കോസ്തിൽ പോയി. പിന്നെ കൊല്ലാട്ടൊരു ജോൺ ഉണ്ടായിരുന്നു. ഇവരെല്ലാം അന്നത്തെ T.A. ജേക്കബച്ചൻ വടക്കംമണ്ണൂർ, ഇവരെല്ലാം ഞങ്ങളുടെ സഹപാഠികളാണ്. സെമിനാരി പഠിത്തം കഴിഞ്ഞു. അന്ന് സെമിനാരി എന്ന് പറഞ്ഞാൽ വട്ടക്കുന്നേലെ ബാവാ തിരുമേനി, അതായത് മാത്യൂസ് അത്താനാസ്യോസ് പ്രിൻസിപ്പലിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഭയഭക്തിയോടുകൂടെ വലിയ ഒരു അനുഭവമായിരുന്നു. മാത്രമല്ല അന്ന് ഞങ്ങൾ സമയാസമയങ്ങളിൽ 1-2 മാസം കൂടുമ്പോൾ പരിശുദ്ധ ബാവാ തിരുമേനി, അതായത് ബസേലിയോസ് ബാവാ തിരുമേനിയെ സന്ദർശിക്കാൻ ഒരു ഗ്രൂപ്പായിട്ട് പോകുമായിരുന്നു.
ഓരോ ക്ലാസ്സിലെ ആളുകൾ 4-5 പേര് ഒന്നിച്ച് പോയി കാണും. അത് അതിനേക്കാൾ വലിയൊരു അനുഗ്രഹവും അനുഭവമായിരുന്നു. ആ ഗാംഭീര്യമുള്ള ശബ്ദം, കട്ടിച്ചില്ലുള്ള കണ്ണാടിയിൽ കൂടെയുള്ള നോട്ടം, അദ്ദേഹത്തിൻ്റെ ആ ഓഫീർ തങ്ക മനോഹരൻ, CP ചാണ്ടി സാറ് പറഞ്ഞ പോലെ പാടിയതുപോലെ ഓഫീർ തങ്കത്തിൻ്റെ ആ ശോഭ, സീനായ് മേഘ ഗംഭീര മുഴക്കം, ശബ്ദം, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. അപ്പോൾ ഞങ്ങളെയൊക്കെ പേടിച്ച് നിൽക്കുകയാണെങ്കിലും ഞങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് സെമിനാരി ഭംഗിയായി പഠിക്കണം, അച്ഛന്മാരൊക്കെ നല്ല സ്വഭാവവിശേഷമുള്ളവരായിരിക്കണം, അങ്ങനെ ഒത്തിരി ഉപദേശങ്ങൾ തരുമായിരുന്നു. അതെല്ലാം ഞങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമല്ല പാമ്പാടി തിരുമേനിയെ പോയും കാണുമായിരുന്നു. അത് വേറെ വലിയ അനുഭവമാണ്. പരിശുദ്ധ പാമ്പാടി തിരുമേനിയെ ഇതുപോലെ പോയി കാണുന്നു. ഒരു ദിവസത്തെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മറക്കാത്തതാണ്. ഞങ്ങൾ സെമിനാരിയിൽ നിന്ന് ഒരു 4:30 മണിയായപ്പോൾ പാമ്പാടി ചെന്നപ്പോൾ തിരുമനസ്സുകൊണ്ട് അവിടെ ഭൂമുഖത്തിരിക്കുകയാണ്. ഞങ്ങളോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ തിരുമേനി ഇങ്ങനെ തിരിഞ്ഞും മുറിഞ്ഞുമൊക്കെ നോക്കും. അവിടെ പൊട്ടനും പറഞ്ഞൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് തരാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുകയാണ്. പക്ഷേ ഒന്നും ആ സമയത്ത് അവിടെ ഇല്ല. ആ തിരുമേനിക്ക് വലിയ വിഷയം. കുഞ്ഞുങ്ങളെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കുറേ സമയങ്ങൾ തിരുമേനി ഒന്നും വേണ്ട, ഞങ്ങൾ നമസ്കാരം തുടങ്ങുമ്പോഴത്തേക്ക് വൈദിക സെമിനാരിയിൽ പോകേണ്ടി വന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് ഞങ്ങളെ വിട്ടു. ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു വലിയ കൊട്ട നിറച്ച പഴം, വട്ടയപ്പം, നെയ്യപ്പം എല്ലാം കൊണ്ട് ഒരാൾ വന്ന് കയറുന്നത് കണ്ടു. തിരുമേനി അത് കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ ഓടി ഞങ്ങളെ തിരിച്ചു വിളിച്ച് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ മധുര പലഹാരം തന്ന് അനുഗ്രഹിച്ച് വിട്ടു. ഇതൊക്കെ ഒരിക്കലും മറക്കുന്നതല്ല. തിരുമേനിയുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലുമൊക്കെ ഒന്നുമില്ലെന്ന് പറഞ്ഞാലും സമൃദ്ധിയായിട്ട് ഓരോ സമയത്ത് പിന്നെ പരിശുദ്ധ ബാവ തിരുമേനി സമയാസമയങ്ങളിൽ വൈദിക സെമിനാരിയിൽ വരുമായിരുന്നു. വല്ലാശ്ശേരി ബാവ വരുമായിരുന്നു. അത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നേരിൽ കണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ നല്ല കർശനമായ ഉപദേശങ്ങൾ ഒക്കെ കൊടുക്കാനായിട്ട് വരുന്നു. അന്നെല്ലാവരും വലിയ ഇൻസ്പെക്ടർ വരുന്ന സ്കൂളെ പരിശോധനയ്ക്ക് വരുന്നില്ല, ഭയങ്കര ഭയമാണ്. അത് പരിശുദ്ധ വട്ടക്കുന്നേലെ തിരുമേനി, അതായത് പ്രിൻസിപ്പല്, അധ്യാപകർ, വിദ്യാർത്ഥികളെല്ലാം നിൽക്കും. അവരുടെ മുറിയിൽ ചിലപ്പോൾ കയറി വരും. മുറിയൊക്കെ ഭംഗിയാണോ, എങ്ങനെയുണ്ട്, നീ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് ഭയമാണ്. അപ്പോൾ അത് വലിയൊരു സഭയുടെ മേലധ്യക്ഷൻ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കാണാൻ വരുന്നപ്പോഴത്തേക്ക് എന്തൊരനുഭവമാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു. വൈദിക സെമിനാരിൽ ഒരു ഗുരുകുല വിദ്യാഭ്യാസം ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതിൽ ഞാൻ ഇന്നും സന്തോഷിക്കുന്നു. ഇന്നതില്ല എന്നുള്ളത് സങ്കടമുണ്ട്. ഇന്നതില്ല. അത് പറയുന്നതിൽ മറ്റൊരു മറുപടി ഒന്നുമില്ല. എങ്കിലും അന്ന് 24 മണിക്കൂറും ഈ അധ്യാപകർ ഞങ്ങളുടെ കൂടെയുണ്ട്. മൽപ്പാലച്ചൻ പ്രത്യേകിച്ച്, അത് വട്ടക്കുന്നേലെ ബാബാ തിരുമേനി അങ്ങനെ പരിപാടിക്കൊന്നും പോകത്തില്ല. അത് അത്താനാസ്യ പ്രിൻസിപ്പൽ വൈദിക സെമിനാരിയിൽ എന്നും ഉണ്ടായിരിക്കും. വൈകിട്ട് സ്വന്തം വീട്ടിലൊന്ന് പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ എല്ലാം മുറിയൊന്ന് നോക്കും. മുറിയെല്ലാം തുറന്നിട്ടേക്കണമെന്നാണ്. 4 പേരുള്ള മുറിയാണ്. എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് പഠിച്ചുകൊണ്ടിരിക്കണം. ഏതെങ്കിലും സ്ഥലത്ത് ആളില്ലാതെ വന്നാലോ ഒക്കെ അന്ന് ആവശ്യത്തിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. അങ്ങനെ വളരെ ഭയത്തോടും ഭക്തിയോടും കൂടെ പഠനം കഴിഞ്ഞു. അന്നും 25 പേപ്പർ എഴുതണമായിരുന്നു ഞാൻ ഓർക്കുന്നത്. അന്ന് SSLC മാത്രം പാസ്സായവർക്ക് BD എഴുതാനുള്ള അനുവാദമില്ല. അന്ന് ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന എപ്പിപ്പാനിയസ് മുത്തായി, അതായത് മാത്യൂസ് മാർ എപ്പിപ്പാനിയസ് തിരുമേനി, അവരൊക്കെ BA കഴിഞ്ഞ് വന്നവരാണ്. അവർ BD ഒക്കെ എഴുതിയെടുത്ത് ഞങ്ങൾക്കൊന്നും GST മാത്രമേ ഉള്ളൂ. എങ്കിലും ഞങ്ങളെല്ലാവരും ഈ പേപ്പർ, പ്രാക്ടീസ് സ്പീച്ച്, പിന്നെ എക്കാറ
സുറിയാനിയിൽ നിന്ന് തർജ്ജമ ചെയ്യണം. അത് സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്നത് മൽപ്പാനച്ചനും പ്രിൻസിപ്പൽ തിരുമേനിയുമാണ്. അതിന് ഭയത്തോട് നിന്നാണ് പ്രമിയോനുമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എല്ലാ ദിവസവും സന്ധ്യാ നമസ്കാരത്തിന് സുറിയാനി സീമായും മനോലും രണ്ടുമുണ്ട്, ശുഭവും മനോലുമുണ്ട്. രണ്ടും ചൊല്ലും, മാറി മാറി ചൊല്ലും. അതിനകത്തുനിന്ന് എവിടെ നിന്നെങ്കിലും അന്നത്തെ പ്രമിയോൻ ട്രാൻസ്ലേറ്റ് ചെയ്യണമായിരുന്നു. അത് പഠിച്ചുകൊണ്ട് പോവും. എങ്ങനെങ്കിലും ഭാഷ പഠിക്കും, ഗ്രാമർ പഠിക്കും. എങ്കിൽ അന്ന് സുവിശേഷങ്ങൾ, വിശുദ്ധ കുർബാന, തക്സ എല്ലാം സുറിയാനിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തക്കവണ്ണം പഠിപ്പിച്ചു. പരിശുദ്ധ ബാവാതിരി, അതായത് പ്രിൻസിപ്പൽ ടക്കുതൻ മാത്യൂസ് അത്താനാസിസ് തിരുമേനിയാണ് ഞങ്ങളെ തക്സ പഠിപ്പിച്ചത്. 1 വർഷം എടുത്തു യാക്കോബിൻ്റെ ക്രമം പഠിപ്പിക്കാൻ. 1 വർഷം. അതിൽ കൂടെ പിന്നൊന്നും പറയണ്ട. വ്യാഖ്യാനിച്ച് സകല കാര്യങ്ങളും മദ്ബഹായെക്കുറിച്ചും ഹൈക്കലായെക്കുറിച്ചും മദ്ബഹായിലെ ഉപകരണങ്ങളെക്കുറിച്ചും പിന്നെ കാനോന് എല്ലാം പഠിപ്പിച്ചാൽ തീരത്തില്ല. എത്ര പഠിപ്പിച്ചാലും തീരത്തില്ല. അതുപോലെ ഗമാലിയേൽ എന്ന് തന്നെ നമുക്ക് പറയാം. ഗമാലിയേലിൻ്റെ പാദപീഠത്തെങ്കിലും പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്നുള്ളത് എനിക്കിന്നും അത് വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞു തിരുമേനി ഈ സന്യാസത്തിലേക്ക് പറയാം വരുവാനായി. സെമിനാരി കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞാലും അന്ന് ഷമ്മാസിൻ പോലും ഉപദേശിക്കുന്ന പോലും തരത്തില്ല. 4 വർഷവും പഠിച്ച് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുക. 6 മാസം കഴിഞ്ഞ് 1957 മെയ് മാസത്തിലൊക്കെ വീട്ടിൽ വന്നു. അതിന് മുമ്പ് ഏപ്രിൽ മാസത്തിൽ വന്നു, കർത്താന വാഴ്ചയ്ക്ക് മുമ്പ് വന്നു. പിന്നെ 2-3 മാസം വീട്ടിൽ നിന്ന് കഴിഞ്ഞാണ് തുമ്പോണ മെത്രാപ്പൊലിത്തായിരുന്ന ദാനിയൽ മാർ ഫിലിക്സ് തിരുമേനി, ഞാൻ തുമ്പോൺ പ്രദേശത്തിലാണല്ലോ, വിളിച്ച് യൗപ്പിതിക്കിനോ സ്ഥാനം തരാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞാൽ എനിക്കും സിയോ വർഗീസച്ചനും കൂടെ ഒന്നിച്ചാണ് തരുന്നത്. അന്ന് ഞങ്ങളുടെ മൽപ്പാനച്ചൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് പട്ടംകുട ശുശ്രൂഷയിൽ തിരുമേനിയെ സഹായിച്ച് കൂടെ നിന്ന് ഞങ്ങളെ 2 പേരെയും യൗപ്പിതിക്കിനോ ഞങ്ങളുടെ കോയിപ്പുറം സെൻറ്റ് ജോൺസ് ചാപ്പലിൽ വെച്ചാണ് യൗപ്പിതിക്കിനുമാക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വീട്ടിൽ തന്നെ നിന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അത് 57 മെയ് മാസം കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 58 ജനുവരി 1-ാം തീയതി ആയപ്പോഴേക്കും ഒരു ദൂതനെ, ഒരു മെസ്സഞ്ചറെ എൻ്റെ വീട്ടിലേക്ക് അയച്ചു. അതായത് അന്നത്തെ ആഭ്യന്തര സുവിശേഷ സെക്രട്ടറി ആയിരുന്ന K.O. കോശി സാർ, നമ്മൾ തെയോഫോറസ് റമ്പാച്ചൻ്റെ അപ്പൻ്റെ അനുജൻ, അല്ലെങ്കിൽ ബെഞ്ചമിൻ കോശി, ജഡ്ജി ബെഞ്ചമിൻ കോശിയുടെ പിതാവ് K.O. കോശി സാറിനെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു. ഒരു ഷമ്മാസിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു സെക്രട്ടറി ആയിട്ട്. അങ്ങനെയാണ് ഞാൻ പത്തനംതിട്ട ബേസിൽ ദേറായിൽ ചെന്ന് പറ്റിയത്. അവിടെ ചെന്ന് ഞാൻ ഷമ്മാസിനായി. അവിടെ അന്നുള്ള ഫാദർ കെ ഡേവിഡ്, സൺഡേ സ്കൂൾ ഡയറക്ടറാണ് ഫാദർ കെ ഡേവിഡ്, ഫാദർ A.T. ഗബ്രിയേൽ, ആലുമൂട്ട് കാറിയപ്പള്ളി, KC ഉമ്മൻ, അതായത് തേഫോറസ് റമ്പാച്ചൻ, സഭാകവി CP ചാണ്ടി സാറ്, MG ചെറിയാൻ സാറ്, TM വർഗീസച്ചന്, TT തോമസ് അച്ഛൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിക്കുന്നത്, PS ശമുവേൽ മെഴുവേലി, പുത്തങ്ങ കൊച്ചു തിരുമേണ്ട കൂടെ മരത്തങ്കോട് ചാപ്പലിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മരണകാലം ചെയ്ത സമയത്ത് കൂടെ ഉണ്ടായിരുന്ന PS ശമുവേൽ ഷമ്മാസൻ കോളേജിൽ പഠിപ്പിക്കുക. ഇവരെല്ലാം അന്ന് ദേറായിലുണ്ട്. ME ഇടുക്കള, പിന്നെ MK തോമസ് തമ്പിയച്ചൻ എന്ന് പറഞ്ഞ് ഇവരെല്ലാം അവിടെയുണ്ട്, ദേറ ബേസിൽ ദേറ. ഞാൻ മാത്രം ഷമ്മാസിനായിട്ട് ഉണ്ട്. അവരൊക്കെ സാർമാരാണ്. കിഴവള്ളൂർ, കാതോലിക്കേറ്റ് ഹൈസ്കൂള്, കാതോലിക്കേറ്റ് കോളേജ്. ഞാൻ ഷമ്മാസിനായിട്ട് തിരുമേണ്ട കൂടെ അന്നത്തെ 146 പള്ളികളിൽ, ബുധനൂർ പടിഞ്ഞാറേ അതിര്, തണ്ണിത്തോട് തേക്കുതോട് തുമ്പാക്കുളമൊക്കെ കിഴക്കേ അതിര്, അയിരൂര് വെച്ചൂച്ചറ വരെ ഉണ്ട്, പക്ഷേ അന്ന് വെച്ചൂച്ചറ പള്ളിയില്ല, വടക്ക് കിഴക്കേ അതിര്, പിന്നെ തെക്കേ അതിര് കൊടുമണ്ണ് അങ്ങാടിക്കൽ പറന്തൽ വരെ ഉള്ള വിശാലമായ തുമ്പോൺ ഭദ്രാസനത്തിൽ മുഴുവൻ ഈ 6 വർഷം കൊണ്ട് തിരുമേയുടെ കൂടെ
വിശുദ്ധ കുർബാനയ്ക്ക്, പെരുന്നാളുകൾക്ക്, മറ്റു വലിയ ചടങ്ങുകൾക്ക്, പള്ളി കൂതാശയ്ക്ക്, പട്ടം കുടയ്ക്ക് എല്ലാം പോയി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വേറൊരു വലിയ അനുഭവം. പട്ടം കുടയൊക്കെ സുറിയാനിയില്ല മുഴുവൻ, അതെല്ലാം ചൊല്ലാനും പഠിക്കാനും ഒക്കെ സാധിച്ചു. അങ്ങനെ തിരുമേനിയുടെ കൂടെ എന്നിട്ട് 1958 ചെന്നു 60-61 ആയപ്പോൾ എന്നോട് കല്യാണം കഴിക്കണമെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെയുള്ള സഹവാസം എനിക്ക് ആ സന്യാസ ജീവിതത്തിലേക്കൊരു തിരിവ് വന്നു. ഓമല്ലൂർ പള്ളി, സെൻറ്റ് തോമസ് പള്ളി വെച്ച് എനിക്ക് പൂർണ്ണ സിംഹാശ്വട്ടം തന്നു. അത് വീട്ടിൽ പറഞ്ഞപ്പോഴും ആർക്കും വിരോധമൊന്നും, സന്തോഷത്തോടു കൂടെ എൻ്റെ വലിയപ്പച്ചൻ വന്നുകൊണ്ട് അപ്പനും അമ്മയും എല്ലാവരും അനുവദിച്ചു. ഞാൻ അങ്ങനെ കേസിൽ തയ്യാറായിലെ അംഗമായി. പിന്നെ 1964 മാർച്ച് 15 36 ഞായറാഴ്ച വൈദികനായി. അതും വേറൊരു സന്ദർഭത്തിലാണ്. 1964 ജനുവരി 1 പരിശുദ്ധ ബസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ പെരുന്നാൾ ദിവസം എനിക്ക് പട്ടം തരാനായിട്ട് നിശ്ചയിച്ചു. 1964 ജനുവരി 1 ആയപ്പോഴത്തേക്ക് നമ്മുടെ വലിയ ബാവായിക്ക് ആസന്ന മരണ അവസ്ഥയായി, തീരെ കിടപ്പിലായി. അപ്പം നമ്മൾ അന്നത്തെ അസിസ്റ്റൻ്റാണ് ദാനിയൽ മാർ ഫീലിക്സ് തിരുമേനി. അതുകൊണ്ട് അദ്ദേഹം വളരെ പ്രാവശ്യം അവിടെ പോയി അത് ബാവാ തിരുമേനിയെ ശുശ്രൂഷിക്കേണ്ടതൊക്കെ, അതുകൊണ്ട് പട്ടം കുട മാറ്റിവെച്ചു. അങ്ങനെ എൻ്റെ പട്ടം കുട 64 ജനുവരി 1 നിശ്ചയിച്ചിരുന്നത് മാറ്റി വെക്കേണ്ടി വന്നു. അന്ന് ഞാൻ കുണ്ടറ ഹൈസ്കൂളിൽ അധ്യാപകനാണ്. ഇതിനിടയ്ക്ക് ബി.എഡിന് പോയി പത്തനാപുരത്ത്. കുണ്ടറ ഹൈസ്കൂൾ അധ്യാപകനാണ്, സയൻസ് അധ്യാപകൻ. അപ്പോൾ എന്നോട് പറഞ്ഞു പട്ടം കൂടെ മാറ്റി വെച്ചത്. ഞാൻ പട്ടം കൂടെ മാറ്റി വെച്ചു. ജനുവരി 3 പരിശുദ്ധ ബാവാതിരുന്ന് കാലം ചെയ്തു. കുണ്ടറ നിന്ന് അന്നത്തെ ഹെഡ് മാസ്റ്ററായിരുന്ന M.M. ജേക്കബ്, അത് യാക്കോബ് മാർ പോളിക്കർപ്പോസ് തിരുമേനി, പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ കുട്ടികളെയൊക്കെ ആയിട്ട് കബറടക്ക ശുശ്രൂഷയ്ക്ക് പോയ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്നു. ഞാൻ അങ്ങ് സ്കൂളിൽ പോയി. പിന്നെ മാർച്ച് 10 ആയപ്പോൾ ഒരു കത്ത്, പട്ടം കൂടെ മാറ്റി വെച്ചല്ലേ, പട്ടം വയ്ക്കുന്ന കാര്യം എന്തായി, ഒന്നും കേൾക്കുന്നില്ലല്ലോ. അടുത്ത ഞായറാഴ്ച 36 വഞ്ചിത്ര പള്ളിയിൽ വന്നാൽ അത് നന്നായിരിക്കും, മടങ്ങുന്ന കാലം മറുപടി അയക്കണം. ഞാൻ കേട്ടപ്പോഴത്തേക്ക് പിന്നെ 3 ദിവസമേ ഉള്ളൂ. ഓടി കോട്ടയത്ത് പോയി വട്ടക്കുന്നേലെ തിരുമേനി എൻ്റെ ഗുരുവിനെ പോയി കണ്ട് അനുഗ്രഹം പ്രാപിച്ചു. വീട്ടിൽ വന്ന് അമ്മ വീട്ടിലും ഇവിടെയെല്ലാം പറഞ്ഞേക്കാൻ പറഞ്ഞു. അന്ന് ഞായറാഴ്ച 36 ഞായറാഴ്ച, അന്ന് വഞ്ചിത്ര പള്ളിയുടെ ത്രോണോസ് കൂതാശയുണ്ട്. അതും കഴിഞ്ഞ് പട്ടം കുട വന്നു. ആരും സഹായത്തിനോ ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നുമില്ല. അന്നുണ്ടായിരുന്നു T.A. എബ്രഹാം ശമ്മാൻ തെങ്ങുംതോട്ടത്തിൽ, ഇന്നത്തെ KV ജോസഫ് പ്രഭാൻ അയ്മേനിയായിട്ടുണ്ടായിരുന്നു എൻ്റെ പട്ടം കുടയ്ക്ക്. KC ജേക്കബച്ചൻ അന്നത്തെ വികാരിയാണ്, കടമനിട്ട അദ്ദേഹമുണ്ട്. മധുവായിലൊന്നും ആരും പട്ടം കുടയ്ക്ക് സഹായിക്കുന്നത് ഞാൻ തിരുമേനിക്കുണ്ട പട്ടം കുട ശുശ്രൂഷ മുഴുവൻ. സിംഹാസനം ഒരാളുണ്ടായിരുന്നു. അങ്ങനെ വഞ്ചിത്ര പള്ളി വെച്ച് അച്ഛനായി.